ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 3rd ദിവസമാണ് കേട്ടോ, 3ാമത്തെ ദിവസമാണ് തായ്ലാൻഡിലെ. ഒരുങ്ങാൻ കുറച്ച് താമസിച്ചു കേട്ടോ. റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിയ വണ്ടി കാത്തിക്കുന്നത്. വെപ്രാളത്തിൽ ഓടി ഇറങ്ങുമായിരുന്നു. പിള്ളേരെയും ഒരുക്കി പീടി. അപ്പോഴാണ് നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ടൈഗർ പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷം വണ്ടിയിലിരുന്നേ. ഞാനിവിടെ തന്നെ ഇരിക്കാം. ഷാജാനെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോട്ടോ എടുക്കണം, കൺഫേം ചെയ്യാൻ നമ്മൾ കയറി എന്നുള്ളത്. വെള്ളം എടുക്കാൻ മറക്കല്ല. പൊന്നു മുടി കൊള്ളത്തില്ല, അമ്മ മുടി കെട്ടിത്തരാം. ഇന്ന് എനിക്ക് മുടി കെട്ടിക്കൊടുക്കാൻ സമയമില്ല, സ്വന്തമായിട്ട് വലിച്ചു വാരി ഇട്ടു. അങ്ങനെ പിടി മുടി കെട്ടിക്കൊടുക്കട്ടെ. പൊന്നു ഇത് കൊള്ളത്തില്ല. നീ വാ. പൊന്നുണ്ട്. ഇതെന്തുവാ അവള് വിചാരിക്കും ഫാഷൻ ആണെന്ന്. കൊള്ളത്തില്ല. മക്കൾക്ക് മുടി കെട്ടി വെക്കുന്നേ ഭംഗി. അത് മക്കൾക്ക് അറിയാത്തോണ്ട് ഇപ്പോഴത്തെ മുടി ഫാഷനും മുടി കെട്ടിയതിന് ശേഷം ഒന്ന് കാണിക്കണേ എണ്ണേ. അല്ലല്ല പിടിച്ചേ. എന്നിട്ട് പോവാ വെക്കാം കേട്ടാ. എന്നിട്ട് പോവാ വെക്കാം. നേരെ ഇരി. അപ്പൊ സമയം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. കാരണം എല്ലാ ദിവസവും നമ്മൾ 7:30 മണിക്കാണ് പോകുന്നത്. കാരണം എല്ലായിടത്തും ദൂരമുള്ള സ്ഥലങ്ങളിലായിരുന്നു നമ്മൾ പോകുന്നത്. ഇന്നിപ്പോ അടുത്താണ്. 3 കിലോമീറ്ററേ ഉള്ളൂ. അതായത് സാധാരണ ഫസ്റ്റ് ദിവസം നമ്മള് 6 മണിക്ക് എണ്ണിച്ചിട്ട് 7:30 പോയത്. രണ്ടാമത്തെ ദിവസം 8:30 പോകേണ്ടത്. ഇന്ന് 10 മണിക്ക് പോയാൽ മതിയായിരുന്നു. സമയം നമുക്ക് തന്നപ്പോ അഹങ്കാരമായി. അതെ. ഇന്ന് ഞങ്ങള് 8:30 വരെ കിടന്ന് ഉറങ്ങി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫോണും നോക്കി അലസതയായി. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് ഞാൻ മാത്രം റെഡിയായി. ഞാൻ തമ്പുലേനൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്ന് ഇവര് ആ സമയം ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് കിടന്ന്. അങ്ങനെയാണ് സമയം എപ്രാളമായി പോയത്. സാരമില്ല, ഇറങ്ങി. അല്ല അതോടെ പോയി ജീപ്പ്. സാരമില്ല, പോട്ടെ. അല്ലാതെ എപ്പോഴും ഉള്ളതല്ലേ ഇത്. കുഴപ്പമില്ല. മോനെ ചീപ്പൊന്ന് എടുക്കണേ പൊന്നോ. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം. നിക്ക്. എന്ത് അവരെ കാണിക്കണോ? ചീപ്പെടുത്തോ പൊന്നോ. മോനേതാണ്ട് നോക്കട്ടെ. കുറച്ച് മുടി വെട്ടിയിട്ടതും കൂടെ എങ്ങോട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത്? ഇങ്ങോട്ട്. ബാർബർ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ മുടി ഇച്ചിരി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മുടി കട്ട് ചെയ്ത് മുടി കെട്ടി വെക്കുന്നുള്ള ഭംഗി അഴിച്ച് അപ്പുറവും ഇപ്പുറവും കൂടെ ഒരുപാട് മുടി ഇട്ടാലൊന്നും കിട്ടത്തില്ല. ഇച്ചിരി വാസലിനൊക്കെ തേച്ചില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും. നമ്മള് രാവിലെ പോവാൻ നല്ല അല്ലയോ, ഒരു 10 പേരെങ്കിലും കാണുന്നേ. അതെ, വേറെ ആൾക്കാർ കാണുന്നേ. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വണ്ടി. നമുക്ക് വേണ്ടി ആണ്. ഇച്ചിരി ലിബാം ഇട്ടേ. ചുണ്ട് വരണ്ടിരിക്കുന്നു. ഞാൻ ഒരുങ്ങിയത് കൊള്ളാമോ മുത്തുമണി? കൊള്ളാം. ഇതിന്റെ ഇതുപോലും പൊട്ടിച്ചില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴാ വില ഇളക്കി കളയുമോ ഷാളിന്റെ. അത്ര വെപ്രാളമായിരുന്നു. അപ്പം ഏകദേശം അടുത്ത 3.5 കിലോമീറ്റർ. ഏകദേശം. ഇവിടെ പിന്നെ റോഡുകളൊക്കെ ഭയങ്കര വൃത്തിയാട്ടോ ഫ്രണ്ട്സ്. ഒരു കുപ്പയോ ഒരു നമ്മുടെ അവിടുത്തെ പോലെ ചവറോ കാര്യങ്ങളോ ഒന്നും കിടക്കത്തില്ല. സ്ലിബാമിട്ടേ സ്ലിബാമിട്ട് ചുണ്ടില്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളെ മുത്തുമണി. എത്ര മണി? അപ്പൊ നമ്മള് ടൈഗർ പാർക്കിൽ എത്തി മുത്തുമണി. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് കേറാം. എങ്ങനെയാണ് എൻട്രി ഫീസ് കാര്യമൊക്കെ നോക്കട്ടെ. അന്ന ഫോട്ടോ എടുത്ത് വെക്കുക കേട്ടോ, വണ്ടി തിരിച്ചു പോകാൻ വേണ്ടിയേ. നമ്മള് വിളിക്കണ്ടേ? അങ്ങനെ ഇട്ടോ അമ്മയുടെ ബാഗ്. അതാ നല്ലത്. എനിക്ക് ചുമക്കാൻ വയ്യ മുത്തുമണി. എല്ലാം എൻ്റെ കയ്യില. കണ്ട വെള്ളം എല്ലാം. ഇത് കണ്ട ടൈഗർ പാർക്ക് ആയോണ്ട് എല്ലാം മേടിക്കാനുള്ള കട. കേറിക്കോ.
ഇളക്കുട്ടിക്ക് പാല് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒറിജിനൽ പുലിയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാം. അപ്പൊ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടല്ലോ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടേ, എങ്ങനെ നല്ല രസമുണ്ട് വീഡിയോയിൽ. വലിയ പുലിയെ തടവാൻ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. നമ്മള് ഫീസ് അടയ്ക്കണം കേട്ടോ. നമുക്ക് പുലിയാണോ ആനക്കുട്ടിയാണോ? ആനക്കുട്ടിയുണ്ട്. ഞാൻ ഇന്നലെ വന്നവരോട് ചോദിച്ചു. നമുക്ക് വേണ്ടതിന്റെ ഫീ അടച്ചിട്ട് വേണം കയറാൻ. ബുക്കിംഗ് കണ്ടോ, ബുക്കിംഗ് ആണ്. ബിഗ് സ്മാള് നോക്കണേ, ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചാണ് പൈസ. 2200 ബാത്ത്. ഷാജഹാൻ റഹീം ഒറിജിനൽ പുലിയോ? നോക്കട്ടെ. ശരി, പുലിയല്ലേ ഇത്, കടുവയാട്ടാ. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന അകത്ത് കയറുമ്പോ. അയ്യോ, അതുകൊണ്ട് വരുന്ന വലുത്. നമുക്ക് അകത്ത് കയറുമ്പോ കാണാം. ബാ, അമ്മ പോയി എൻട്രി ഫീസിന്റെ കാര്യമൊക്കെ നോക്കട്ടെ. ഏത് വേണോ? 1300 രൂപ ഓർമ്മ എടുക്കാം. ഇത് എവിടെയാണെന്ന് ഫോട്ടോ എടുത്തേക്കാം. 1020. 920. 920. 1020. കുട്ടിപ്പുലി 1020 ആട്ടോ. അങ്ങനെയുള്ള ഇത് മൊത്തം എടുത്തിട്ട് നമുക്ക് നോക്കാം. ബാ, ദാണ്ട കടുവ. കഷ്ടം, സത്യം പറഞ്ഞ കഷ്ടമാ കേട്ടോ. വൈകുന്നേരം വരെ ആൾക്കാർ മാറി 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 ഫോട്ടോ എടുക്കുമ്പോഴേക്ക് ചിലപ്പോ കിടക്കുമ്പോ അവര് ചെറുതായിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് കണ്ടായിരുന്നു. ഇത് കുഞ്ഞ് മീഡിയം സൈസ് കടുവ. കുഞ്ഞിപ്പുലി. അണ്ണാ എടുത്തോ ഷോട്ട് ഒന്ന്. ഇത് വേണം, അത് അല്ല അണ്ണൻ മാത്രമേ പോകുന്നുള്ള, ഞങ്ങളില്ലേ. ഇപ്പൊ ഒരാൾക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഇവരെ ഒറ്റയ്ക്ക് കേട്ടത്തില്ല. അതല്ല സംഭവം എന്ന് വെച്ചാൽ ഉള്ളതുപോലെ പറയണമല്ലോ. ഉള്ളതുപോലെ പറയണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങള് ഇപ്പൊ 3 ദിവസം കൊണ്ട് ഏകദേശം പൈസ തീർന്നു. അതെ, പല റൈഡിലും കേറിയിട്ട്. ഇനി ഞങ്ങളുടെ 2000 ബാത്തേ 2000 ചില്ലറ ബാത്തേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് കേറണമെങ്കിൽ 1300 സംതിങ് ബാത്ത്. 1020 ബാത്ത്. അപ്പം ഇവർക്ക് ഒരാൾക്ക് എടുക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ കൂടെ ഞങ്ങൾ ആരെങ്കിലും പോണം. അപ്പൊ നമുക്ക് എക്സ്ട്രാ വേറെ എടുക്കേണ്ട വരും. അപ്പൊ നമ്മുടെ കയ്യില് ബാത്തുകൾ തികയില്ല. ഒരാൾക്ക് പോവാൻ ഒരാളെ സമ്മതിക്കത്തില്ല. ഒരാളെ സമ്മതിക്കത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും പോകണമെങ്കിൽ ഞങ്ങൾ 3 ടിക്കറ്റ് എടുക്കണം. അപ്പൊ അതിനുള്ള പേയ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കയറാന്ന് എനിക്ക് വേണ്ടി എടുത്തത്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ കേറട്ടെന്നാ അണ്ണൻ പറയുന്നത്. എന്നെക്കാളും സംസാരിക്കാൻ എടുക്കാനും ഇതെല്ലാം അത് കുഴപ്പമില്ല. എനിക്ക് പേടിയാ. നീ ആകുമ്പോ നല്ല രീതിയിൽ സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് വിട്, അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവന് ശരി. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. വെയിറ്റ് ചെയ്യാനാ പറയുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്നു. കേറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒക്കത്തില്ല. ഞാൻ പിന്നെ കാലാകാലം അവിടെ കിടക്കുന്നത്. നീ എന്തോടാ പറയാ? അയ്യോ, എനിക്കറിയത്തില്ല. പാവം നോക്കുന്നു പഠിച്ചോനെ, കഷ്ടം. ഓ, ഇവിടെ വന്നിരിപ്പാ. നീ 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോഴത്തേക്കേ നീ ഇത് വെച്ചോ. നീ കയറി. ഞാൻ ചെരുപ്പിടാലോ. ചെരുപ്പ് പേടി. എനിക്ക് പേടിയാവും നന്നേ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയാ. ഞാൻ ഇറങ്ങുമോ ഫ്രണ്ട്സ്? എനിക്ക് ഭയങ്കര പേടി. അണ്ണൻ കയറി പേടി. Indian very famous. This one, Tash. You hold all the time, look at the phone. Yeah, my first video. Good, Leo. Oh, yeah, I'm going to buy one ticket and come to time.
അന്നേ സെൽഫി എട്, വീഡിയോ ബാക്ക് ഇട്, തിരിച്ചു വിടി. ആ എന്ത് പറയാനാ, അന്നേ മേടിക്കണ്ട, പേടിയൊന്നുമില്ല. ആ ഞാൻ എന്നാ നിനക്കൊരു ചാൻസ് തന്നതാ. സാരമില്ല, തൊട്ടോ. ഞാനാണെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കും ചിലപ്പോ. ഓ എനിക്ക് ടെൻഷൻ ഒന്നുമില്ലടേ. ആ പിള്ളേർക്ക് പിന്നെ അമ്മ ഇല്ലാതാവും, അതുകൊണ്ടാണ് ഞാൻ മാറിയേ. നീ പറയുന്നത് കേൾക്കാലല്ലേ? കേക്കാം, തൊട്ടോ. എന്ത് ചെയ്യാനാ, സാലി എടുത്ത് കേറാൻ പറഞ്ഞപ്പോ സാലിക്ക് പേടി. ഇവിടെ നിന്നിട്ട് പകരം ഞാൻ കേറി. എന്തായാലും എനിക്ക് കേറാനായിരുന്നു പേടി. അതെ മക്കളെ, അത്ര നമ്മള് വിചാരിക്കുന്നത് അമ്മ അവിടെ ചെന്ന് വിറച്ച്. അപ്പൊ ഞാനാണ് മുത്തുമണി, സ്കൂളിന് വെളിയിൽ നിന്ന് സംസാരിക്കുന്ന അത്രയും ധൈര്യശാലി. മൈക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ കേൾക്കാം കേട്ടോ. ഞാൻ അണ്ണനോട് പറഞ്ഞു കടുവയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ. എനിക്കുള്ള ധൈര്യമില്ല, എനിക്ക് ഇങ്ങനെ വളവള അലക്കാനുള്ള ധൈര്യം. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, പക്ഷെ എനിക്ക് അകത്ത് കയറും ഭയങ്കര ടെൻഷനും പേടിയും. കണ്ടപ്പോ പാവമൊക്കെ തോന്നി കേട്ടോ. എന്നെപ്പോലുള്ള ധൈര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. 2 എണ്ണം ഉണ്ടല്ലേ അവിടെ? അതെ 2 എണ്ണം ഉണ്ട് മക്കളെ. കണ്ടോ, നമ്മള് വിചാരിക്കുന്ന അല്ലടി, നമുക്ക് ടെൻഷൻ ആയി. ഇതെന്തൊരു കുട്ടികൾ അത് അവിടെ കിടക്കുന്ന മോനോടെ ഭയങ്കര വിഷമത്തിലാണ് ഫ്രണ്ട്സ്. കാരണം അവന് കേറാൻ പറ്റിയില്ല എന്നുള്ളത്. നമുക്ക് ഇവിടെ ഈ തായ്ലാന്റ് പോലുള്ള ഇന്ത്യ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പോ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒന്നും ഉള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല. ഇന്ത്യൻ പൈസ വേണം. പൈസയായിട്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ കൊണ്ടുവന്നത് മൊത്തം എയർപോർട്ടിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് തായ്ലാന്റ് മണി ആക്കിക്കൊണ്ടാണ് വന്നത്. ഇനി നമുക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ട്രിപ്പ് വരുമ്പോ മുമ്പേ നമ്മള് ഫ്ലൈറ്റും ഒക്കെ ബുക്ക് ചെയ്യുവാണ്. ഞാൻ പറയാം, 2-3 മാസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ സമയം തന്നെ നമ്മൾ മാക്സിമം നേരത്തെ ഈ തായ്ലാന്റ് ബാത്ത് പൈസ നമ്മുടെ ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചോണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും, ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നിടത്ത് പറഞ്ഞു വെച്ചാൽ അവർ 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കി തരും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ സമയത്ത് മാറുമ്പോൾ നമ്മൾ ലാസ്റ്റ് എയർപോർട്ടിൽ മാറുമ്പോൾ നഷ്ടമാണ്. അതായത് ഏകദേശം ഒരു 50,000 രൂപ നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാറി എന്ന് വിചാരിച്ചു ഏകദേശം എങ്ങനെയാലും ഒരു 10,000 രൂപ നമുക്ക് നാട്ടിലെ നഷ്ടം വരും. അതുകൊണ്ട് നമ്മൾ നേരത്തെ മാക്സിമം നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടേ വരാവൂ. കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങളിപ്പോൾ ബോംബെ വഴി ബോംബെ വന്നപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം അതായത് ഏകദേശം 1 രൂപ 3 രൂപ. 1 രൂപ കൊടുത്താ അതായത് നമ്മുടെ 3 രൂപ കൊടുത്താൽ 1 രൂപ കിട്ടും. ഇവിടുത്തെ നമ്മുടെ നാട്ടില് 3 രൂപ, ഇവിടുത്തെ 1 രൂപ ഇരട്ടിയാണ്, ട്രിപ്പിളാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് മാറിയ ഏകദേശം 300 രൂപ വില ഇവിടെ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന് മാറാൻ നിന്ന് എയർപോർട്ടിലൊക്കെ നമ്മൾ 1000 രൂപയ്ക്ക് 150 രൂപ 160 രൂപ വിലയൊക്കെ തരും. അപ്പൊ നമ്മൾ എത്ര ഡബിൾ അല്ല, അതിനെക്കാട്ടും നഷ്ടം, ട്രിപ്പിൾ നഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഞങ്ങൾക്ക് ഉള്ള കാര്യം ഞങ്ങൾക്ക് സംഭവിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഞങ്ങള് അണ്ണൻ ഒരു 2 ദിവസം 3 ദിവസം മുമ്പാണ് മണി മാറാൻ പോയത്. അപ്പോഴാണ് നമുക്ക് പുനലൂന്ന് പറയുന്നത് അയ്യോ അത് പറ്റത്തില്ല, നമുക്ക് ഒരാഴ്ച മുമ്പേ പറഞ്ഞാലേ നമുക്ക് സെറ്റാക്കി വെക്കാം. പിന്നെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടാ മാറുന്നത്. അല്ല, എനിക്ക് അവിടെ അബദ്ധം പറ്റി. മുമ്പേ എയർപോർട്ട് ഞാൻ എറണാകുളം എയർപോർട്ടിൽ പോയപ്പോ ഈ റേറ്റ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ ഒരുപാട് നഷ്ടമായിരിക്കും, ഇനിയിപ്പോ ഇവിടെ വന്നാൽ ചിലപ്പോ കറക്റ്റ് റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ഞാൻ ബോംബെ പോയപ്പം അതിനെക്കാട്ടിലും നമുക്ക് നഷ്ടം. അപ്പൊ ഞാൻ ട്രാവൽസ് വിളിച്ചു ചോദിച്ചപ്പോ അവര് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെ മാറുന്നതാണ് നല്ലത്. അങ്ങനെ ബോംബെ നമ്മൾ മാറിയോണ്ട് കുറച്ച് നഷ്ടം. ഇവിടെ വന്നാൽ നമ്മൾ പൈസ മൊത്തം പോയാലും നമ്മളിപ്പോ ഈ പാക്കേജും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷമായിരിക്കും നമ്മളൊരു 50,000 രൂപ നാട്ടിലെ അവിടെ പോയുള്ള ചെലവിനെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. പക്ഷെ അത് ഇവിടെ വരുമ്പോ ഒന്നുമില്ല, ഒരു 10,000. നമ്മൾ അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഏകദേശം ഒരു 4,000-5,000 പിന്നെ ബാത്ത് നമ്മുടെ കയ്യിലിരുന്നേനെ. അങ്ങനെ ആണെങ്കിൽ പിള്ളേർ ചെയ്യേണ്ട വിഷമങ്ങളൊക്കെ മാറിയാൽ നമ്മുടെ കയ്യിലോ, അതായത് ആവശ്യമില്ലാതെ വെറുതെ നഷ്ടപ്പെട്ടു. നാളെ നമുക്ക് ബാങ്കോക്ക് പട്ടായാല് അവിടെ പോയിട്ട് പിന്നെ ഇതുണ്ട്, ടച്ചിങ് ആണ്. അവിടെ ഇറങ്ങി 2-3 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത നമുക്ക് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് വരുന്നത്. നാളെ നമ്മൾ അന്നേരം എവിടെ? ബാങ്കോക്ക് എയർപോർട്ടിൽ പോയി
ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. 2.25 അപ്പൊ മണിക്കൂർ നമുക്ക് പിന്നെ കയ്യില് നമുക്ക് പൈസ വേണം, തായ്ലാന്റ് മണി വേണം നമുക്ക് അത്യാവശ്യത്തിന്. അതുകൊണ്ട് ഇന്ന് രാത്രി ഫുഡ് കഴിക്കണം. ഇനി നാളെ നമുക്ക് പോവല്ലേ, നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ അതുവരെയുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മണി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൽ നമ്മൾ അഡ്വാൻസ് 2000 ബാത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തിരിച്ച് കിട്ടാനുണ്ട്. നമ്മൾ പോകുന്ന സമയത്തെ 2000 ബാത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ആ പൈസയുണ്ട്. അപ്പോൾ അതിന് വേണം നാളെ ഇവർക്ക് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാൻ. അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ആ 2000 ബാത്ത് വെച്ചേക്കുവാണ് ഞങ്ങൾ. അത് തിരിച്ചു കിട്ടുമ്പം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അല്ല, നമുക്ക് അതുമല്ല, ഈ കടുവ ടൈഗറിനെ കാണാൻ വേണ്ടി കയറി നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നുമില്ല, ചുമ്മാ വെറുതെ ഇല്ല. കാരണം അവിടെ കയറുമ്പോഴും പറയും ഇവര് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുവാണ്, അപ്പം ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. അടുത്തോട്ട് ഫ്രണ്ട് നമുക്ക് എപ്പോഴും ബാക്ക് വശത്ത് നിന്ന് അതിനെ തടവാനേ ഇവർ സമ്മതിക്കും. ഫ്രണ്ടിൽ പോകാനോ ഹെഡിൽ തൊടാനോ അതൊന്നും പറ്റത്തില്ല. അതിന് നമ്മളെ കാണുന്ന രീതിയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഒരുപാട് ടൈഗർ ഉണ്ട്, നമ്മൾ സെലക്ട് ചെയ്തതിന് അങ്ങനെ ആയിരിക്കും. വേറെ ചിലപ്പോൾ ചെറുത് വേണോ വലുത് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ വലുത് മതി എന്ന് അങ്ങനെ വലുതെടുത്തു. ആണത് ഞാൻ കണ്ട് ഞാൻ കയറി ഇങ്ങനെ കിടക്കുവായിരുന്നു. അല്ല ക്ഷീണോന്ന് പറഞ്ഞ പക്ഷെ ഞാൻ കണ്ട ആണാട്ടോ. അപ്പൊ എന്തായാലും 3 കൂട്ടൻ വിഷമിക്കണ്ട. അടുത്ത വട്ടം നമ്മൾ അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ നേരത്തെ എല്ലാം കരുതി വെക്കും കേട്ടോ. പിന്നെ അതെല്ലാവരും കടുവയെ മേടിച്ചു തരാം അമ്മ. അത്രേ ഉള്ളൂ. ഇപ്പം പറയാം അമ്മ കയറിയോണ്ട് അമ്മക്കില്ലേ പേടി, ഞങ്ങക്ക് പേടിയില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നല്ലയോ, സംസാരിക്കുന്നല്ലയോ എന്ന് പറഞ്ഞ് നീ കയറി പോന്ന് പറഞ്ഞപ്പോ അവിടെ പോയിട്ട് അയ്യോ അയ്യോ അയ്യോ, എനിക്ക് അവിടെ പോയി അത് ആണാ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര അറ്റാക്ക് വരുന്ന പോലെ അങ്ങ് പേടിയൊക്കെ ആയിപ്പോയി. എന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും ഇല്ല, എനിക്ക് തലയിലൊന്നും തറവണമെന്നുണ്ടായി. അതല്ല നമ്മൾ പറയുന്ന ഈ മുറി ഇംഗ്ലീഷ് അല്ല ഇവിടെ തായ്ലാന്റ് ഇംഗ്ലീഷ് വേറൊരു സ്പീഡ് ഒക്കെ. അതെ, നമ്മളെ ഒപ്പിച്ചൊപ്പിച്ചൊരു ഇംഗ്ലീഷ് വരുമ്പോ അവർക്കത് മനസ്സിലാവത്തില്ല. അങ്ങനെ മനസ്സിലാവത്തില്ല നമുക്ക് അങ്ങനെ പെട്ടെന്ന്. പൂച്ചയല്ലല്ലോ പറഞ്ഞ പോലെ. പൂച്ച ഇങ്ങനെ വല്ല ആണെങ്കിൽ അമ്മ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നോക്കിയേനെ. ഇത് ഒന്നും പോയിട്ട് ഒന്നുമില്ല. ശരി, ഞങ്ങൾ പോന്നു. ആ ഫോട്ടോ അങ്ങ് മേടിച്ച് മുത്തുമണി. അത് 300 ബാത്താണ് കേട്ടോ, 300 ബാത്താണ് ആ ഫോട്ടോയ്ക്ക്. അപ്പം അത് മേടിച്ചാൽ അവർ വാട്സപ്പിലോട്ട് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. വേണ്ട ഫ്രണ്ട്സ്, അത് വാങ്ങിച്ചപ്പോൾ അവർ ഒരു 9 ഫോട്ടോയിൽ ഞാനും പെനിസും കൊണ്ടുവരില്ല. ഈ എണ്ണം മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, ഞാനും മക്കളും സെറ്റായില്ലേ. നോക്കട്ടെ, ഇത് ഓണാവട്ടെ. അതുകൊണ്ട് ഗാലറിയിലോട്ട് കൊടു. ഈ താരിക്ക് കൈകറ്റി. അത് ഭയങ്കര ഉറക്കമാ. വാവ കള ജീവികളല്ലയോ. അങ്ങനെ അതുപോലെ 2 എണ്ണം വാലി പിടിക്കുന്നത്, അങ്ങനെ 2-3 എണ്ണം ആയിരിക്കും. റൂമിൽ ചെന്നിട്ടേ വൈഫൈ ഉള്ളപ്പം നോക്കാം. അത് കൊള്ളാം. നല്ല ഹോട്ടൽ എടുത്തോ മക്കളെ. എന്തേലും ഉണ്ടോ? ബിസ്ക്കറ്റാണോ? പാലോ? വേറൊന്നുമില്ലയോ? കുടിച്ചു നോക്കുമോ അവിടത്? എല്ലാം വേണം ഞങ്ങൾക്ക്. വയറിളകും എല്ലാം കൂടെ കുടിച്ചാ കേട്ടാ. വണ്ടിന്ന് ഹോട്ടൽ കുറച്ച് മേളിലോട്ടാട്ടോ. പക്ഷെ നമ്മളിവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഇവിടുന്ന് എന്തേലും മേടിച്ചോണ്ട് അങ്ങ് മേളിലോട്ട് പോവാം. കുഴപ്പമില്ല. എന്താ മുത്തിന് മുത്ത് ഇതിനെത്ര ബാത്ത്? 22. ഞാൻ കേക്ക് എടുക്കാൻ വന്നപ്പോ എന്റെ അടുത്ത് പറയാം വലിയ ബാത്തുകളാ, നീ അങ്ങോട്ട് നോക്കാൻ. എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് പറയാ നീ അതൊന്നും നോക്കണ്ട. മേടിക്കുവാണെങ്കിൽ പൊന്നു താണ്ട നൂഡിൽസിന്റെ സമയം ഇത്. ഇവരിഷ്ടമുള്ള അങ്ങ് എടുത്താലോ. ഇത് ഈ മുട്ടയൊന്നും ഇല്ല, മുട്ടയുടെ മസാല ആയിരിക്കും. ഇത് നോക്കിയിട്ട് ഏതാണ്ടേ
ആ എടുത്തോ, ഇതെടുത്താലല്ലേ ഞാൻ നോക്കാം മസാലയുള്ളത്. ചക്ക 5 ഇത് കാണും. 32 ബാത്തേ കണ്ടിട്ടുണ്ട്. ഓ 40 രൂപയല്ലേടാ, 40 ബാത്ത്. അതുകൊണ്ട് ഇത്രയും മുന്തിരി 85 ബാത്താട്ടോ. ബാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി 3 ഇരട്ടി കൂട്ടുമ്പോ നമ്മുടെ നാട്ടിലെ പോലെ. ഇത് ഇട്, അത് ഇട്. കോക്കനട്ട് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത്, അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ എന്തോ സംഭവമാണ് കേട്ടോ. അതെ അതെ, റൂമിൽ പോയി കുടിച്ചാലാ? ഐസോ അല്ല, മറ്റേ ഇത് ചൂടാ, എസ്പ്രസോ. എന്റെ കടയിലുള്ള ഏകദേശം സാധനങ്ങളാ, കരിക്കില്ലെന്നേ ഉള്ളു. സംഭവം 5 ബാത്ത്. എസ്പ്രസ് കൈപ്പാടി. എല്ലാരും ടേസ്റ്റ് ചെയ്യും. മോനോണ്ടിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവനങ്ങ് മേടിച്ചു. ഞാൻ ഇതിപ്പോ എങ്ങനെ പോവും? ആ ഇങ്ങനെ, എങ്കിൽ ഇങ്ങനെ. ആ ഇല്ല, ഇവിടെ റെന്റിന് ബൈക്കൊക്കെ കിട്ടും കേട്ടോ ഫ്രണ്ട്സ്. ബൈക്ക് റെന്റിനടുത്ത് പോവാം. നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ മതി. പാസ്പോർട്ട് മാത്രം കൊടുത്താൽ പോരാ, അതിന്റെ കൂടെ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുക്കണം. അതെ, സൂപ്പർ മാർക്കറ്റിൽ കയറി മേടിക്കണം. ഇന്ന് നമുക്ക് ലഞ്ച് ഇൻക്ലൂഡ് അല്ല, കാരണം ഇപ്പൊ ഉച്ചയ്ക്ക് മുമ്പ് ടൈഗർ പാർക്കിൽ പോയിട്ട് തിരിച്ചു വന്നല്ലോ. അപ്പൊ അല്ലാതെ നമുക്ക് ഈ ഐലൻഡിലും അവിടെയൊക്കെ പോകുമ്പോഴായിരുന്നു ലഞ്ച് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവിടെ മാഗി അല്ല, ഈ നൂഡിൽസ്, പല നൂഡിൽസുകളാണ് കൂടുതലും. കൊഞ്ച്, ഈ പന്നിയുടെ മിക്സ്, ചിക്കൻ്റെ, അങ്ങനെ എല്ലാം നൂഡിൽസ് ഐറ്റം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൂടുതലും കിട്ടുന്നത്. അതൊന്നുമല്ല, ആ ഞങ്ങൾ നോക്കിയല്ലേ എടുക്കുന്നത്. ഇതാ മോനോട്ടാ, അത് പഞ്ചസാര അവര് മിക്സ് ചെയ്യണം. മുട്ട എഗ്ഗിന്റെ. ആ അപ്പം നമുക്ക് റൂമിൽ പോയിട്ട് ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ഫ്രണ്ട്സ്. ഞാൻ നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് വശമൊക്കെ കാണിച്ചു തരാമേ. നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് എത്തി ഫ്രണ്ട്സ്. എനിക്കിതാണ്ട് ഈ ഏറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഏറ്റം ഇറങ്ങാൻ പോടാ അണ്ണനാണ് പറയരുത്. ഇതാണ് പ്രശ്നം ഇന്ന്. പക്ഷെ ഇവിടെ ഈ ഓരോ സ്ഥലത്ത് മാത്രം പോകാനാണോ ഇങ്ങനെ ഒരുങ്ങിപ്പോയത്, അത് ബോറായിപ്പോ കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ട അന്ന് വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവര് നാളത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. മാർക്കറ്റിലൊക്കെ നമ്മൾ ഇന്നലെ രാത്രി പോയല്ലോ, അതേ അവളെ തറയിട്ട് എടുക്ക്, കവറിലെടുത്ത് ഇട്ടാ പോരെ. ആ റൂമിലെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി. ഇല്ല അവള് കൊക്കക്കോള ഒക്കെ ഇട്ടതാ കവറിൽ. നമ്മളുടെ ഹോട്ടൽ മുത്തുമണീസ് അതുകൊണ്ട് വേറെ എവിടെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നു. അതെ, ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്തേ. ഷുഗർ ഉണ്ടോയെന്ന് ചോദിക്കട്ടെ ഇതിനകത്ത് ഇടാനേ. ഷുഗർ ഇവൻ റൂമിൽ നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഷുഗർ കൊണ്ടുവയ്ക്കും. ഇവൻ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴും വായിലിട്ട്. അവൻ ഇങ്ങനെ നടക്കൂല്ലേ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആ ചുമ്മാ തിന്നും അവൻ അങ്ങനെ ഒരു സാധനം. വേണ്ട, വെള്ളം വേണോ? ജ്യൂസ് നീ മിണ്ടാതെ പോ. നടങ്ങ്. ഷുഗർ മേടിക്കാൻ പോയതാ. എനിക്ക് അത്ത വരട്ട്. അത്ത വരുന്നു. ആ ഓടി വാ ഇങ്ങോട്ട്. അവ റൂം ക്ലീൻ ചെയ്യാൻ ആൾ വന്നേട്ടോ. അപ്പം ഞങ്ങള് ബാൽക്കണിയിലോട്ട് മാറിക്കൊടുത്തു. ഞാൻ എൻ്റെ സ്ഥിരം നൈറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഒരു 4 മണി കഴിയുമ്പോഴത്തേക്ക് പൊന്നൂസിനെ മോണ്ടനെ പൂളിൽ കൊണ്ടിറക്കണം. അത് കഴിഞ്ഞിട്ട്
7 മണി വരെ. അത് ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കണം, ഷെയർ ചെയ്ത് കൂടി എന്നിട്ട് അതങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി എല്ലാം കൂടെ പന്നലാക്കണ്ട, പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവും. അതെ, ഡ്രസ്സൊക്കെ ഞങ്ങൾ കഴുകിയിട്ടതാ. ബാഗിൽ കുറച്ച് ബിസ്ക്കറ്റ് ആയി, അത് കഴുകി. ഭയങ്കര ചൂടാ. അയച്ചു കഴിക്കാം. അണ്ണേ ബാ കഴിക്കാം. ആ മോനോട്ട് അതെന്തുവാ നോക്കട്ടെ, എങ്ങനെ ഉണ്ട് അമ്മ? കൊള്ളാ, അതെന്തുവാ നോക്കട്ടെ അമ്മ. ഇവിടുത്തെ ഉണ്ടാകാനൊക്കെ ഇല്ല നോക്കട്ടെ. അതിനകത്ത് ജാമോ കൊള്ളാമോ? ബട്ടറോ? ഇത് കൊള്ളാട്ടോ, അത് കൊള്ളാൻ പൊന്നു. എന്തോ ചെയ്യാം സാധനം കേട്ടോ. നമ്മുടെ ലഞ്ചാണ് ഇന്നത്തെ. ഇവിടെ എല്ലാ കടയിലും നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു. ഏറ്റവും വില കൂടുതൽ ഇവിടുത്തെ ഇന്ത്യൻ ഫുഡിനാണ്. നമ്മുടെ ഇന്ത്യയിലെ ഫുഡിന് ഇന്നലെ നമ്മളൊരു കടയിൽ പോയിട്ട് എന്തുവായിരുന്നു തന്നെ, പൂരി അല്ലേ ഓർഡർ ചെയ്തേ? ഭൂരി. ഒരു ഭൂരിക്ക് എത്ര രൂപയായിരുന്നു? 50 ഇത് 50 ബാത്ത് ഒരു ഭൂരിക്ക്. അതുമല്ല നമ്മൾ വിറ്റതല്ല, സാധാരണ നമുക്കിപ്പം ഈ ചട്നിയും മറ്റേ ഇതുണ്ടല്ലോ മസാല, മറ്റേ ഈ ഭൂരി മസാലയൊക്കെ കിഴങ്ങിന്റെ മസാലയൊക്കെ കിട്ടും. അതിന്റെ കൂടെ തരത്തില്ല. അത് മേടിക്കണമെങ്കിൽ 230 രൂപ വേറെ കൊടുക്കണം ബാത്ത്. ഇപ്പൊ 50 ബാത്ത്, ഇവിടുത്തെ 50 ബാത്ത്, ഒരു പൂരിക്ക് 50 ബാത്ത്, പൊറോട്ടയ്ക്ക് 60, റൊട്ടിക്ക് 70 ബാത്ത്. അപ്പൊ ഒരെണ്ണത്തിനെന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ എത്ര രൂപ? 70 മൂന്നിരട്ടി കൂട്ടും, 210 രൂപ. ഒരു പൊറോട്ടയ്ക്ക് 210 രൂപ. ഉണ്ടല്ലേ, അതുകൊണ്ട് ഞങ്ങള് വിലയൊക്കെ ചോദിച്ചിട്ട് ഈ കറി വേറെ ഇല്ല, കറി ഈ ചട്നി ഇതിനൊക്കെ 200 സംതിങ് രൂപ നമ്മൾ വേറെ കൊടുക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഇവിടുത്തെ ഈ ചൈനീ ഈ പിന്നെ മാഗി നൂഡിൽസ് അങ്ങനത്തെ ഇവിടുത്തെ തായ്ലാന്റ് ഉള്ള ആൾക്കാരെ കടയിൽ കയറിയപ്പോ ഒരു നല്ല ഞങ്ങൾ കഴിച്ചത് നല്ലൊരു ചോറ് അല്ലേ, ഒരു ചോറ് 80 ബാത്തിന് 80 ബാത്തിന് ചിക്കനും ഫ്രൈഡ് ചിക്കൻ മേലെ ഇട്ടിട്ട് പിന്നെ റൈസും, ഒരു മഞ്ഞ റൈസ്, അതാണ് ഞങ്ങൾ കഴിച്ചത്. എനിക്ക് വേണ്ടിയാ മേടിച്ചത്. അത് ചോക്ലേറ്റ് അല്ല, ഉണക്ക മുന്തിരിഞ്ഞ. ഇന്നത്തെ ലഞ്ച് അഴിനീര് കൊണ്ട് നൂഡിൽസ് തിന്നുന്ന ഒരാള്. ഇവിടെ മായൊന്നും കിട്ടത്തില്ല ഇതുപോലത്തെ സംഭവം. ഞങ്ങളെ മടുത്തോണ്ടാണ് റൈസ് ഐറ്റം ഒന്നും മേടിക്കാൻ. രാത്രി ഒരു 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ടൗണിലോട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഇന്നൊരു രാത്രി നമുക്ക് വെറുതെ ഹോട്ടലിൽ കിടന്ന് കളയണ്ടല്ലോ എന്ന് അണ്ണൻ പറഞ്ഞു കേട്ടോ. കാരണം നാളെ നമ്മളങ്ങ് തിരിച്ചു പോകുമല്ലേ, അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങാം. ഇന്നലെ ഞങ്ങൾ നടന്നാണ് വന്നത്, പക്ഷേ ഇന്ന് മോനുകുട്ടനെ നടക്കാൻ വയ്യ. അതുമല്ല അവൻ പെട്ടിയുടെ മണ്ടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിച്ചിട്ട് താടി ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അണ്ണേ നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാൻ ചോദിച്ചു നോക്കാൻ. അങ്ങനെ അണ്ണൻ അന്വേഷിച്ചു. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കും കുറച്ച് കൂടിയ വണ്ടിയായിരുന്നു, അത് 800 ബാത്ത്, പിന്നെ 400 ബാത്ത്. പിന്നെ വേറൊരു റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലത്ത് വന്ന് ചോദിച്ചപ്പം 250 ബാത്ത്. ഇത് കുറച്ച് കുറഞ്ഞ സാധാ നമ്മുടെ നാട്ടിലേക്ക് ഓടിക്കുന്ന പോലത്തെ സ്കൂട്ടിയാണ്. നമുക്കത് മതിയല്ലോ അത്യാവശ്യം ഒരു 2-2.5 മണിക്കൂറത്തേക്ക്. പക്ഷെ ഒരു ദിവസത്തെ റേറ്റാണത്. നമ്മൾ ആദ്യം അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മോനുകുട്ടൻ്റെ താടി മുറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ബാൻഡേഡ് വാങ്ങിച്ച് ഒട്ടിച്ചു. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോയി. അത്രയും നേരം ഞങ്ങളെല്ലാവരും കളിച്ചും ചിരിച്ചും സന്തോഷമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അവനങ്ങനെ ഒരു ബ്ലഡൊക്കെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. പൊന്നൂസിന് മോനുകുട്ടനും കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ആ പുലിയെ തൊടാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം അതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ കയ്യിൽ കുറച്ച് ബാലൻസ് പൈസയും കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് നാളത്തേക്ക് അത്യാവശ്യം ഇല്ലല്ലോ. ഇനി നാളെ നമ്മളങ്ങ് തിരിച്ചു പോകുമല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഷെയ്ക്കാണ്, ഓറഞ്ച് ഷെയ്ക്കും വാട്ടർമെലൺ ഷെയ്ക്കാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷേ ഇവിടെ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പാലൊഴിക്കത്തേ ഇല്ല. കാരണം അതിൽ ഐസ് ക്യൂബ് ഇട്ട് ഓറഞ്ചോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധനമോ ഇട്ട് അടിച്ചിങ്ങ് തരും. 50 ബാത്ത് എന്ന് പറയുമ്പോൾ 150 രൂപയായി. പിന്നെ പൊന്നൂസിന് മോനുകുട്ടനും ഷവർമ വാങ്ങിച്ചു കൊടുത്തു, മോമോസ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ വലിയ ഫുഡ് ഐറ്റം കഴിക്കാതെ കുഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരുമായിട്ട്. അപ്പോൾ എല്ലാം കഴിക്കുകയും ചെയ്യാം, ടേസ്റ്റ് നോക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മൾ 2 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പിക്കറ്റിലാണ് വന്നത്. അപ്പോൾ അവിടുത്തെ 2 സ്ഥലങ്ങളുണ്ട്. നൈറ്റ് ഒരു 11 മണി കഴിഞ്ഞ് ഓണാവുന്ന സ്ഥലവും 11 മണി വരെ ഓണാവുന്ന സ്ഥലവും ഉണ്ട്. അപ്പോൾ ആദ്യം പോയത് 11 മണി വരെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ.
ഇതിൻ്റെ ഒന്നും ഈ സ്ട്രീറ്റിൻ്റെ ഒന്നും യഥാർത്ഥമുള്ള പേര് എനിക്കറിയത്തില്ല. കാരണം ഇതൊക്കെ നമ്മളല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വന്നതാണല്ലോ, പാക്കേജ് ആണെങ്കിൽ അവർ പറയും ഇതാണ് എന്ന്. ശരിക്കും നമ്മൾ ഈ സ്കൂട്ടി റെൻറ്റിന് എടുത്തില്ലാണെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിപ്പോയേനെ കേട്ടോ. വെറുതെ റൂമിലിരിക്കേണ്ട വന്നേനെ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നേരെ ബീച്ചിലോട്ട് പോയി കേട്ടോ. നല്ല ശാന്തമായൊരു ബീച്ച്. പക്ഷേ ഇത് പകൽ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പച്ച കളറാണ് ഇവിടുത്തെ വെള്ളത്തിന് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ കടലിലാണ്. ഇവിടെ ഒരു ബോക്സ് വീഴുന്ന ഒരു സാധനമുണ്ട്. കണ്ടോ? ഇത് ഞാൻ ചവിട്ടി കാണിച്ചു തരാം. കാല് വെച്ചിട്ട് കാണിച്ചു. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇലയൊക്കെ പിടിയുന്നുണ്ട്. ഇവിടെ പച്ച കളറ് വെള്ളമാണ്. പിന്നെ കണ്ട ബീച്ച് വരുന്നത് ഇത് പാമ്പിൻ്റെ കൂട്ടുണ്ടല്ലോ. ചിലപ്പോൾ പാമ്പായിരിക്കും. പിന്നെ മടല് അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ കടലിൽ തിരമാല വലുതായിട്ട് ഇവിടെ വരുന്നു. ഇവിടെ ചെറുതായിട്ട് വരുന്നു. നിങ്ങൾ കണ്ടോ? ചെറുതായിട്ടേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ കപ്പൽ ഓടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനൊരു ലൈറ്റൊക്കെ കാണുന്ന കപ്പലാണെന്ന് അറിഞ്ഞുകൂടാ. ചെറുതായിട്ട് നടുക്കൊക്കെ കാണിയാൽ ചിലപ്പോൾ കപ്പലാണ്. ഒരു സർപ്രൈസ് എടുത്താലോ? താക്കോ അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. കടലിലെ മണ്ണിൽ ഓരോന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു എന്നൊക്കെ പറഞ്ഞ് എഴുതി നമ്മളന്ന് ചെയ്തോ. പക്ഷെ നമ്മൾ കടലിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എഴുതിയില്ലായിരുന്നല്ലോ. കടലിൽ എഴുതിയല്ലോ. കടലിലല്ലേടി പോയി എഴുതിയേ. അപ്പോൾ ഫ്രണ്ട്സ്, വലിയ മഴ വരുന്നെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. ഒരു 11 മണി വരെ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിലൊക്കെ ഇങ്ങനെ സ്കൂട്ടിയിലും കാറിലും കറങ്ങാൻ പോകുന്നത് ഈ ഒരു ഫീലായിരുന്നു. പിന്നെ ബഹളമാണല്ലോ ഇവിടെ അത്രയ്ക്ക് അടിച്ചുപൊളിയുള്ളൊരു സ്ഥലമാണല്ലോ. എന്തായാലും നമ്മുടെ തായ്ലാൻഡ് വ്ളോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷം ഷോർട്ടായിട്ട് ഇടാം കേട്ടോ.